ഇങ്ങോട്ട് ഇറങ്ങണം. എനിക്ക് വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ സാർ? എന്തിനാണെന്ന് അറിഞ്ഞാലേ നീ ഇറങ്ങൂ. ബാപ്പയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. ആണോ? ഏത് ഹോസ്പിറ്റലിലേക്കാണാവോ കൊണ്ടുപോകുന്നത്? സാർ അത് സിറ്റി ഹോസ്പിറ്റലിലേക്കാ. ഈ കൊടുങ്കാട്ടിക്കൂടാണോടാ സിറ്റി ഹോസ്പിറ്റലിൽ പോകുന്നത്? വാ ഇരിക്കേ. ഇപ്പം എങ്ങനെയുണ്ട് സാർ? നല്ല വേദനയുണ്ട് രാജീവ്. ചായ എടുക്കട്ടെ? വേണ്ട സാർ, ഞാൻ ഇപ്പോൾ കുടിച്ചോളൂ. എന്തായി നമ്മുടെ ഫർദർ മൂവ്മെന്റ്സ്? സാർ, വിജയ് മേനോന് ജയിലിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള കോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഗുഡ്. അല്ല, രാജീവ് എങ്ങനെ ഇയാളുമായിട്ട് മുട്ടി? അത് പറയണമെങ്കിൽ ഇവൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി തന്നെ പറയേണ്ടി വരും സാർ. പത്താം തരം മുതൽ PG വരെ സ്റ്റേറ്റ് ലെവൽ റാങ്ക് ഹോൾഡർ. അതിനുശേഷം ജേർണലിസം. ഇടയ്ക്ക് കുറച്ചാൾ ഇവിടെ കെൽട്രോണിൽ 9 മാസത്തിന് ശേഷം അവിടവും വിട്ടു. പിന്നീട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പാർട്ട് ടൈം ലെക്ചർ 1.5 വർഷം. പിന്നീട് ബോംബെയിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്ന മൈൻ മിററിൽ 2 വർഷം തികച്ചില്ല. ചീഫ് എഡിറ്റർക്കിട്ട് പിടച്ചു. പക്ഷേ അവർ കേസാക്കിയില്ല. ഒരു കണ്ടീഷൻ വെച്ചു, ബോംബെ വിട്ട് പോകണമെന്ന്. അവിടെ നിന്നും വലിയൊരു ശീലം കിട്ടി, ഡ്രഗ്സ്. 1 വർഷം മുമ്പ് ഞാൻ റൂറലിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ വന്ന് പെട്ടത്. ബാറിൽ വെച്ചൊരു അടിപിടി കത്തി കുത്തിൽ അവസാനിച്ചത്. പക്ഷേ മറ്റവൻ ചത്തില്ല. പിടിക്കപ്പെടുമ്പോൾ ഹാഷിഷ് കൈവശം ഉണ്ടായിരുന്നു. ജാമ്യം എടുക്കാൻ ആരും വരാത്തതുകൊണ്ട് അന്ന് മുതൽ ജയിലിലാണ്. രാജീവ്, ഫോണൊന്നും എടുക്ക. ഹലോ. കള്ള ബുദ്ധൂസേ, നീ ഇതെവിടെയാ? ഇന്നലെ രാത്രി നിന്നെ ഗുണ്ടകളിട്ട് പൊരിച്ചു ഞാൻ അറിഞ്ഞു. ഞാൻ സാറിന് കൊടുക്കാം സാർ. ഹലോ. ഹലോ, മൊബൈൽ ഫോണെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് എടുത്തൂടെ? അതിന് വേണോ ഒരു അസിസ്റ്റന്റ്? നീ ഇപ്പൊ എവിടെന്നാ? സ്വർഗത്തീന്ന്. അത്രയ്ക്ക് ദൂരമാണല്ലോ നമ്മൾ തമ്മിൽ ഇപ്പൊ. നീ കാര്യം പറയടി. എടാ ബുദ്ധൂസേ, ആ ക്രിമിനൽസിനെ ഫോളോ ചെയ്യുന്ന വിവരം ഒന്ന് വിളിച്ചു പറയാറുന്നില്ലേ നിനക്ക് എന്നോട്? നമുക്ക് ലൈവായിട്ട് നാട്ടുകാരെ കാണിക്കാറുന്നല്ലോ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. ഏതോ VIP മരിക്കാൻ കിടക്കുന്നു കേട്ടു. പോയെടുക്ക്. മരണം ലൈവായിട്ട് കാണിക്കാമല്ലോ. അത് പോട്ടെ, നിനക്ക് പരിക്കെന്തെങ്കിലും പറ്റിയോ? പിന്നെ എടി, എന്റെ തല കളഞ്ഞു പോയി. ഞാനിപ്പോ അത് തപ്പിക്കൊണ്ടിരിക്കുക. തലയോ? അലീന, ഗെറ്റ് റെഡി. ഇക്കു, നീ വേഗം TV ഓൺ ചെയ്തേ. പിന്നെ ഫോൺ കട്ട് ചെയ്യല്ലേ. നമസ്കാരം, ഞാൻ അലീന നെറ്റിക്കാടൻ. പ്രധാന വാർത്തകൾ. സിറ്റി പോലീസ് കമ്മീഷണർ ഇക്ബാൽ IPSന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 2 ക്രിമിനൽസുമായി ഏറ്റുമുട്ടൽ നടന്നതായി സിറ്റി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കൊലപാതകങ്ങൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളായ ഇവർ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞതായാണ് റിപ്പോർട്ട്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കമ്മീഷണർ ഇപ്പോൾ ലൈനിലുണ്ട്. കമ്മീഷണർ പ്ലീസ്. കമ്മീഷണർ മിസ് റിക്കു, സോറി, ഇക്ബാൽ IPS. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടിരിക്കുമല്ലോ. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പരിക്കെന്തെങ്കിലും പറ്റിയോ? സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ പരിക്ക് പറ്റിയെന്നാണോ സാർ? സോറി, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ വാർത്ത? മാധ്യമങ്ങളെ അറിയിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രത്യേക സെല്ലുണ്ട്, അതുവഴി അറിയിക്കാം. ക്ഷമിക്കണം, അദ്ദേഹം ഫോൺ കട്ട് ചെയ്തതാണോ കട്ടായതാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം ദേഷ്യത്തിലാണെന്ന് നമുക്ക് അനുമാനിക്കാം. മറ്റു വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ചെറിയൊരു ഇടവേള. മയക്കുമരുന്നും കള്ളും അടിച്ച് ബോധവും വെളിവും പോയി കിടക്കുന്നവനെ കൊണ്ടുപോയി കേസിന് എന്ത് തെളിവുണ്ടാക്കാനാ സാറേ? അതറിയില്ലേ, ലിക്വർ ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത്. കീടം സത്യമേ പറയുള്ളൂ. എങ്കിൽ പിന്നെ കള്ളനെയും കൊള്ളക്കാരെയും കൊണ്ടുപോയി കള്ളു കുടിപ്പിച്ചാ പോരെ സാറേ? സത്യം താനെ പുറത്തു വരില്ലേ? അപ്പോഴേ
കൂടുതൽ വാചം അടിക്കണ്ട. കോടതി ഉത്തരവ് അനുസരിച്ചാൽ മതി. തുറക്ക്. മോർണിംഗ് സർ. മോർണിംഗ്. മോർണിംഗ്. ഒരു സിഗരറ്റ് ഉണ്ടോ? ഉണ്ട്, വാ തരാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ? എന്ത് സുഖം. റിട്ടയർ ആവാൻ ഇനി എത്ര വർഷമുണ്ട്? 3 വർഷം. സർവീസിലിരുന്നു കൊണ്ട് നടത്തിയ സേവനങ്ങൾക്കൊക്കെ ചിലപ്പോൾ നല്ല പാരിതോഷികങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് 3 വർഷം വേണ്ടി വരില്ല. ഇതുപോലെ സൂര്യപ്രകാശം വീഴാത്ത മുറിയിൽ ഇരിക്കുമ്പോ എനിക്കിങ്ങനെയാ പൊട്ടിച്ചിരിക്കണം. പക്ഷെ കാണാൻ മുമ്പിൽ മനുഷ്യൻ്റെതാണെന്ന് തോന്നുന്ന ഒരു മുഖങ്ങളും പാടില്ല. അപ്പൊ ആ വോളം പൊട്ടിച്ചിരിക്കാം. എനിവേ, give me a cigarette. ഇവിടെ സെറ്റ് വലിയ പാടില്ല. 2 രൂപ കൊടുത്ത് 3 രൂപ കൊടുത്ത് ഒരു സിഗരറ്റ് വാങ്ങുന്നവന് 300 രൂപ മുതൽ 500 രൂപ വരെ പിഴ. ഇതെന്ത് നിയമം? പിഴച്ച നിയമം, മാറിയ നിയമം. അത് ഉണ്ടാക്കുന്നവനും വിൽക്കുന്നവനും 3000 കോടി രൂപയുടെ ലാഭം. നട്ടലുള്ളവർ ഭരണത്തിലുണ്ടെങ്കിൽ അത് നിരോധിക്കാൻ പറ. അതാണ് ആണത്വം. ഓ സോറി, ഞാൻ സത്യം പറഞ്ഞു പോയി അല്ലേ? തല്ലിക്കോളൂ. നിങ്ങൾ തല്ലാനും ഞങ്ങൾ കൊള്ളാനും അല്ലേ ജനിച്ചത്? മിസ്റ്റർ വിജയ്, ഞങ്ങൾ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് തല്ലാനോ കൊല്ലാനോ ഒന്നുമല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. ചിരിക്കരുത്. ഓ സോറി. അമേരിക്കക്കാർ അതിനും അളവ് നിശ്ചയിച്ചോ? ഇന്ത്യക്കാർ എത്രമാത്രം ചിരിക്കാമെന്ന്? മിണ്ടായിരിക്കടാ. സാറ് പറയുന്ന കേട്ടാ മതി. Give me a weapon. എനിക്കൊരു ആയുധം തരൂ. എന്നാലേ എനിക്കൊരാളെ കൊല്ലാൻ പറ്റൂ. പിന്നെ എനിക്ക് വധശിക്ഷ കിട്ടും. നിനക്ക് ഇപ്പൊ ബോധമുണ്ട്. ആ ബോധം ഞങ്ങളെ കൊണ്ട് കളയിക്കരുത്. റിലാക്സ്. ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഓക്കെ. നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ ഞങ്ങളോട് പറഞ്ഞാൽ നിന്റെയും ഞങ്ങളുടെയും ജോലി തീർന്നു. നീ കിടക്കുന്ന ജയിലിൽ നിന്നും രാത്രികാലങ്ങളിൽ ചിലർ പുറത്തു പോകുന്നുണ്ട്, റൈറ്റ്? ഓക്കെ. ആ മിടുക്കന്മാരെ ഞാൻ ആരാധനയോട് നോക്കി നിന്നിട്ടുണ്ട്. അവര് പുറത്തിറങ്ങുന്നതിന്റെ പിറ്റേ ദിവസത്തെ പത്രം വായിച്ച നല്ല രസമാണ്. വെട്ടിയ തലകളുടെയും പൊട്ടിയ ബോംബുകളുടെയും എണ്ണം, അരിഞ്ഞു തള്ളിയ കൈകാലുകളുടെ കണക്ക്. യെസ്, ദാറ്റ് ഈസ് ദ ട്രൂത്ത്, ദ നേക്കഡ് ട്രൂത്ത്. പാവപ്പെട്ടവന്റെ തലക്കിപ്പോ നല്ല മാർക്കറ്റാ. ഒരു തലയ്ക്ക് ലക്ഷങ്ങൾ വരെ കിട്ടും. ജീവിച്ചിരിക്കുമ്പോ ഒരു വിലയില്ലാത്ത സാധാരണക്കാരന്റെ തല കൊണ്ട് അവർക്ക് ലക്ഷങ്ങൾ കിട്ടുവാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് വർക്ക്, അല്ലേ ഇൻസ്പെക്ടർ? വധശിക്ഷ വരെ കിട്ടേണ്ട കൊടും ക്രിമിനൽ സെല്ലുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ജയിലറും സൂപ്രണ്ടന്റും വെള്ളം അടിച്ച് അത് ആഘോഷിക്കുന്നു. അങ്ങനെ പോകുന്ന എത്ര പേരുടെ ലിസ്റ്റ് വേണം? ശേഖർ, ആന്റണി, ജാഫർ, ഇബ്രാഹിം, കരീം വേണോ? ഇനി വേണോ? How much do you want? ഓക്കെ. റിലാക്സ്. ലുക്ക്, ഈ ഫോണിൽ എ എന്ന അക്ഷരം അടിച്ച് ഒറ്റ നമ്പർ മാത്രമേ ഫീഡ് ചെയ്തിട്ടുള്ളൂ. നീ അതിലേക്ക് ഡയൽ ചെയ്താൽ എന്റെ ഫോൺ റിംഗ് ആവും. രാത്രികാലങ്ങളിൽ ഏതെങ്കിലും ലോക്കപ്പിന്റെ പൂട്ട് തുറക്കുന്നുവെങ്കിൽ എന്റെ ഫോണിലേക്ക് ഞാനൊരു കോൾ പ്രതീക്ഷിക്കും. അറിയാവല്ലോ, ജയിലിനകത്ത് ഇത് പാടില്ലാത്തതാണ്. സോ വെരി കെയർഫുൾ. നിനക്കെന്ത് വേണം? എനിക്ക് വധശിക്ഷ വാങ്ങി തരുമോ? ഇനി മനുഷ്യ മുഖങ്ങൾ കണ്ട് ജീവിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് വധശിക്ഷ വാങ്ങി തരുമോ? If I died today, would they come to my funeral dressed in black or in shades of grey?